നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾസ് ലൈഫ്. ലിവർപൂൾ വേഴ്സസ് ആർസണൽ വേഴ്സസ് ലിവർപൂൾ വേഴ്സസ് ആർസണൽ. FA കപ്പ് തേർഡ് റൗണ്ട് ലിവർപൂളിന്റെ വിജയം 2-0 മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളായി മാച്ച് റിവ്യൂസ് ഒക്കെ ഞാൻ ചെയ്തിട്ട് എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷെ കാണുന്ന മാച്ചുകളുടെയൊക്കെ റിവ്യൂ ചെയ്യാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്നു. ഒന്നും പറയാനില്ല. ഐ തിങ്ക് എന്താ Arsenal lost the game എന്ന് വേണമെങ്കിൽ പറയാം, or did Liverpool win the game? I think Arsenal lost the game. Very evident Arsenal lose ചെയ്തു. കാരണം ഫസ്റ്റ് ഹാഫ് Arsenal were dominating എന്ന് പറഞ്ഞാൽ ആർസണൽ വേഴ്സസ് ലിവർപൂൾ പോലെ തോന്നിയില്ല. ആർസണൽ വേഴ്സസ് ലിവർപൂൾ ബി ടീം പോലെ ആയിരുന്നു. അങ്ങനെ ഡൊമിനേറ്റിംഗ് ആയിരുന്നു. ഹൈ പ്രസ്, ബോള് ലിവർപൂളിന് ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. തന്റെ ഒപ്പോണന്റിന്റെ പിച്ചിലേക്ക് പോലും എത്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അത്രത്തോളം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദേ ക്രിയേറ്റഡ് സം ഫാന്റാസ്റ്റിക് ചാൻസസ്. ആദ്യം ഒരു ബ്യൂട്ടിഫുൾ ചാൻസ് ഉണ്ടായിരുന്നു ആർസണൽ ഫോർവേഡിന്. അത് ശരിക്കും പറഞ്ഞാൽ ആലിസനെ വട്ടം കറക്കിയിട്ട് പോയെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചെൽസി ഫാൻസിന്റെ ലെജൻഡറി കൈ ഹാവേഴ്സ്, നിങ്ങളോട് ഞങ്ങൾ അന്നേ വാണിംഗ് തന്നാണ്, ഇവനെ മേടിക്കുമ്പോൾ സൂക്ഷിച്ചോ. പക്ഷെ കേട്ടില്ല. ആർട്ടറ്റ ഹാസ് എ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പ്ലാൻ ഒരു പ്ലെയർ മോശമാവുന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നല്ല, പക്ഷെ ഹി ഡസന്റ് ഹാവ് ഇറ്റ് ഇൻ ഹിം. കൈ ഹാവേഴ്സിൽ ഇല്ല അത്. അവന്റെ റോൾ എന്താണ്, അവന്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. അവനൊരു ക്ലിനിക്കൽ ഫിനിഷർ അല്ല. ലെവർകൂസലിന് ചെയ്തുകൊണ്ടിരുന്ന പണി അറ്റ്ലീസ്റ്റ് അവൻ ക്ലിനിക്കലി ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നുള്ള, പക്ഷെ അത് അവിടെ എങ്ങനെ ഫിനിഷ് ചെയ്തു എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. കാരണം ഇന്ന് എത്ര ചാൻസസ് ആണ് ചെക്കൻ കൊണ്ടേ മിസ്സാക്കിയത്. ഒരു ക്ലിയർ കട്ട് ഹെഡർ കൊണ്ടേ മിസ്സാക്കി. ഞാൻ നോക്കുമ്പോൾ 1-2 ത്രൂ ബോൾ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ മിസ്സാക്കി. ഷോട്ട് എടുക്കേണ്ട ഒരു അവസരത്തിൽ മിസ്സാക്കി. പിന്നെ ഒരു സ്പോട്ടിൽ വേണമെങ്കിൽ പറയുന്നത്, യെസ്, പുള്ളിക്കാരൻ കൊടുത്ത ഒരു ബോള് അത് ഓഡെഗാർഡ് വന്ന് ഹിറ്റ് ചെയ്തത് പോസ്റ്റിലേക്ക് വന്നു. മേ ബി ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. പക്ഷെ അതല്ലാണ്ട് ഹിസ് കോൺട്രിബ്യൂഷൻ ഹാസ് ബീൻ റിഡിക്കുലസ്. ആൻഡ് അത് ശരിക്കും പറഞ്ഞ ആർസണലിനെ പണി കിട്ടിയെന്ന് പറയാം ആദ്യത്തെ പകുതിയിൽ. കാരണം ആ ചാൻസ് ക്രിയേറ്റ് ചെയ്തോടെ വെൻ യു ഡോമിനേറ്റിംഗ് എ ഗെയിം, അത്രത്തോളം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, താൻ അത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യു നീഡ് ദാറ്റ് ഫിനിഷിംഗ് ടച്ച്. ആൻഡ് ആർസണൽ ഒരു സ്ട്രൈക്കറിനെ മിസ് ചെയ്യണു എന്നുള്ളതിന് എന്താ പറയണേ, യാതൊരു സംശയമില്ല. ആർസണൽ മാത്രമല്ല, ഞങ്ങൾ ചെൽസിക്കുള്ള ഇഷ്യൂ ഇത് തന്നെയാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് സംബഡി അപ്പ് ഫ്രണ്ട്. ആർസണലിന്റെ കേസ് അതല്ല. പിന്നെ ഗബ്രിയൽ ജേസൂസ് ഉണ്ടെങ്കിൽ തന്നെയും മേ ബി കളിയിൽ ഒരു ഇത് വരും. ആൻഡ് ഈവൻ സാക്ക പോലും, സാക്കയുടെ ഡിക്ലൈൻ ഇൻ ദിസ് പെർട്ടിക്കുലർ ഗെയിം ഹാസ് ബീൻ ഷാർപ്പ് എന്ന് പറഞ്ഞൊരു ഡിക്ലൈൻ തന്നെയായിരുന്നു. മാർട്ടിനെല്ലി രണ്ടാം പകുതിയിൽ വന്നിട്ട് കുറച്ച് അറ്റാക്കിംഗ് ത്രെട്ട് കാണിച്ചു. അതായത് ക്ലോപ്പ് ന്യൂട്രലൈസ് ചെയ്തു, അത് അവിടെ കിടക്കട്ടെ. പക്ഷെ സാക്കയും അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ വെരി പറയുന്ന പോലെ, ആർസണൽ ഫാൻസ് പറയുന്ന പോലെ, ഭയങ്കര ഒരു ഡോമിനന്റ് ഡിപ്പെൻഡൻസി ഓൺ സാക്ക. ആൻഡ് സാക്കയ്ക്ക് അത്രത്തെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റണമെന്നില്ല. ആൻഡ് ഓഡെഗാർഡും I think showed glimpses, പക്ഷെ ultimately it's all about that final finishing touch. And Declan Rice was beautiful, was brilliant as usual. സാലിബ എനിക്ക് തോന്നി റിയലി ടാക്കിൾഡ് ആൻഡ് മാനേജ്ഡ് ഡാർവിൻ ന്യൂനിയസ് ആദ്യ പകുതിയിലൊക്കെ തന്നെ. സോ ആർസണൽ വാസ് റിയലി ഡോമിനന്റ്. വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ആർസണൽ കാണിച്ചത്. ആൻഡ് ലൈക്ക്, മാൻ, ദിസ് ഇസ് റിയലി ഇംപ്രസീവ്. എന്താണ് സെക്കൻഡ് ഹാഫിൽ ചെയ്യാൻ പോണേ എന്നുള്ളത് നോക്കി. ആൻഡ് ക്ലോപ്പ് ഡിഡ് എ ബ്രില്യന്റ് ഇൻ ഗെയിം മാനേജ്മെന്റ്. പുള്ളിക്കാരൻ വിങ് സ്വിച്ച് ചെയ്തു. ഡാർവിൻ ജോട്ടേനെ കൊണ്ടുവന്നു, ലൂയിസ് ഡിയാസിന്റെയും ഡാർവിൻ ന്യൂനസിന്റെയും വിങ് കൊണ്ടുവന്നു, മിഡ്ഫീൽഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ആൻഡ് ദാറ്റ് ചേഞ്ച് ദ ഹോൾ ഗെയിം. മാർട്ടിനെല്ലിനെ പുള്ളിക്കാരൻ ന്യൂട്രലൈസ് ചെയ്തു. പിന്നെ അങ്ങനെ യെസ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. ദാറ്റ് വാസ് എ ബ്രില്യന്റ് ഇൻ ഗെയിം മാനേജ്മെന്റ്, ഇല്ല എന്ന് പറയുന്നില്ല. ആൻഡ് അതോടെ ആർസണലിന്റെ അറ്റാക്കിംഗ് ത്രെട്ട്, പ്രത്യേകിച്ച് മാർട്ടിനെല്ലിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ത്രെട്ട് ന്യൂട്രലൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നൗ ലിവർപൂളിന്റെ പേര് ഞാൻ പറയാത്തത്, ഞാൻ പേര് പറഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പ്ലെയറിന്റെ പേര് ഞാൻ ഓർത്തു വെച്ചതാണ്, പക്ഷെ ഇപ്പൊ വീഡിയോ ചെയ്യുന്ന സമയത്ത് മറന്നുപോയി. പിന്നെ കിട്ടിയ ഒരു ഓൺ ഗോൾ, അതൊരു കോർണറിൽ നിന്ന് വന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി, വെരി വെരി അൺലക്കി, അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഓൺ ഗോൾ ആയിപ്പോയി. ഒന്നും പറയാനില്ല, വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷെ വൺസ് യു ഗോ ദാറ്റ് 1-0, പിന്നെ കോൺഫിഡൻസ്, പിന്നെ കിട്ടുന്ന ഈ പറയുന്ന പോലെ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ, അത് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ലൂയിസ് ഡിയാസിന്റെ ഒരു മനോഹരമായ ഒരു ഗോൾ 2-0. പിന്നീട് ആ പകുതിയിൽ ആർസണലിന്റെ പ്രസ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫ്ലാങ്കിൽ കൂടെ ലോങ് ബോൾസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ബിൽഡപ്പ് പ്ലേ ഒന്നും ഉപയോഗിക്കുന്നതിന് പകരം. സോ യെസ്, നൈസ് സബ്സ്റ്റിറ്റ്യൂഷൻ, വെരി ഗുഡ് ഇൻ ഗെയിം മാനേജ്മെന്റ് ക്ലോപ്പിന്റെ വക. എന്നാൽ തന്നെയും ഐ തോട്ട് ദി ആർസണൽ എങ്ങനെ നോക്കിയാലും വാസ് എ ബെറ്റർ ടീം. പിന്നെ 1-0 ഗോൾ ലീഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കൂടെ അറ്റാക്കിംഗ് ത്രെട്ട്, ഇന്റൻഷൻ കൊണ്ടുവരുമല്ലോ. ആ ഇന്റൻഷൻ കൊണ്ടുവന്നു, അതിൽ നിന്ന് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഇതൊക്കെ തന്നെയാണ് മിക്ക സമയത്ത് പറ്റുന്നത്. കാരണം ചില സമയത്ത് യു ഹാവ് എ ഡോമിനേറ്റിംഗ് ഗെയിം ആൻഡ് ദി ഒപ്പോണന്റ് ഈ പറയുന്ന പോലെ. ആൻഡ് ലിവർപൂൾ, അവർക്ക് ആ ക്വാളിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി ദേ ഹാവ് ആ ഒരു തരത്തിലുള്ള പ്ലേയേഴ്സും ഉണ്ട്. സോ വെർജിൽ വാൻ ഡൈക്ക് ഇല്ല, മുഹമ്മദ് സാല ഉണ്ടാവില്ല, എന്നിട്ട് പോലും
ആ ഗോൾ നേടി 2-0 ആൻഡ് FA കപ്പ് തേർഡ് റൗണ്ടിൽ നിന്ന് ആർസണൽ പുറത്താവുന്നു. ട്രോഫി നേടാനായിട്ടുള്ള ഒരു അവസരത്തിൽ ഇനി ആകെ കൂടെ ഉള്ള 2 കോമ്പറ്റീഷൻസ് ഇനി പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആണ്. ആൻഡ് ചാമ്പ്യൻസ് ലീഗ് സ്റ്റാഫ് പ്രീമിയർ ലീഗിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് വിത്തൗട്ട് എ ക്ലിനിക്കൽ ഫിനിഷർ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ആർസണലിന്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. മൊത്തത്തിൽ നോക്കാൻ നേരത്ത് വാസ് പ്രിറ്റി ഡിസപ്പോയിന്റിങ് റിസൾട്ട്. ശരിക്കും പറഞ്ഞാൽ അഗൈൻ സ്ട്രൈക്കർ ഇസ് എ മാസീവ് മിസ് ഫോർ ആർസണൽ. എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു സ്ട്രൈക്കറിനെ മാർക്കറ്റിൽ നോക്കി സൈൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലേക്ക് ചാലഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനിയും കാണാൻ പോകുന്നതാണ്. ബട്ട് ക്രെഡിറ്റ് ടു ലിവർപൂൾ, റെസിലിയന്റ് ആയിരുന്നു, പിടിച്ചു നിന്നു, ലക്ക് ഫേവറബിൾ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ക്ലോപ്പിന്റെ ബ്രില്യന്റ് ഇൻ ഗെയിം മാനേജ്മെന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പറയുന്ന പോലെ ആൾക്കാരെ കൊണ്ടുവന്നു, ഗെയിം ന്യൂട്രലൈസ് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ ഒരു അവസരത്തിൽ ആൻഡ് ഒരു ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പോസ്റ്റ് റാറ്റിൽ ചെയ്തൊരു ഷോട്ട്, അടിപൊളി ഒരു ഷോട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബെൻ വൈറ്റിന്റെ ഒരു അടിപൊളി ഷോട്ട് ഉണ്ടായിരുന്നു, അത് ആലിസൺ സേവബിൾ തന്നെയായിരുന്നു. ആലിസൺ അത് സേവ് ചെയ്തു. പിന്നെ ഓഡേഗാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് അടിച്ചു. സോ ഓവറോൾ ഗുഡ് വിൻ ഫോർ ലിവർപൂൾ. ഒരു എന്താ പറയുക, ഒരു ഗ്രിറ്റി പെർഫോമൻസ്. ബട്ട് എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് ആർസണൽസ് ഗെയിംസ് ടു ലൂസ്. അതായിരുന്നു ഞാൻ കണ്ടത്. മേ ബി ഐ എം റോങ്. എനിവേ, നിങ്ങളുടെ ഒപ്പീനിയൻ ആസ് യൂഷ്വൽ ഗൈസ്, ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് എപ്പോഴത്തെ പോലെ ഇൻ ദ കോമെന്റ് സെക്ഷൻ. Thank you so much for watching. Signing off, SK from Footballers Live.